തിരുവനന്തപുരത്തും കൊച്ചിയിലും ഓടുന്ന ലോ ഫ്ലോർ ബസ്സുകൾക്കായി പുതിയ കമ്പനി രൂപീകരിക്കാൻ തീരുമാനം. പുതിയ കമ്പനിയിൽ സംസ്ഥാന സർക്കാരിനാകും മുഖ്യ പങ്കാളിത്തം. ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം 27-ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇതോടെ JNURM പദ്ധതി പ്രകാരം എത്തുന്ന ബസ്സുകൾ പുതിയ കമ്പനിക്ക് കീഴിലാകും സർവീസ് നടത്തുക. നിലവിൽ തിരുവനന്തപുരത്ത് 8-ഉം കൊച്ചിയിൽ 7-ഉം ലോ ഫ്ലോർ AC ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. പുതിയ കമ്പനി രൂപീകരിക്കാൻ നേരത്തെ പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും സർവീസുകൾ ഭീമമായ നഷ്ടത്തിലായ സാഹചര്യത്തിലാണ് തിടുക്കപ്പെട്ടുള്ള തീരുമാനം. പുതിയ കമ്പനിയുടെ 51% ഓഹരികൾ സംസ്ഥാന സർക്കാരിനും 49% KSRTCക്കുമാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറെങ്കിൽ സംസ്ഥാന സർക്കാരിനുള്ളതിൽ നിന്ന് 10% ഓഹരിയും നൽകും. KSRTC മാനേജിംഗ് ഡയറക്ടറാവും പുതിയ കമ്പനിയുടെ ചെയർമാൻ. നഗരസഭാ മേയർമാർ, പോലീസ് കമ്മീഷണർ തുടങ്ങിയവരെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളാക്കുക, നിയമനങ്ങൾ ഓപ്പൺ മെറിറ്റ് അടിസ്ഥാനത്തിൽ നടത്തുക തുടങ്ങിയവയാണ് യോഗത്തിന്റെ കരട് നിർദ്ദേശങ്ങൾ. മന്ത്രിസഭയുടെ അനുമതി ലഭിച്ച ശേഷമാവും കമ്പനി രൂപീകരിക്കുക. എന്നാൽ പുതിയ തീരുമാനത്തോട് തൊഴിലാളി സംഘടനകൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പുതിയ കമ്പനി വന്നാൽ KSRTC വീണ്ടും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് ഇവരുടെ നിലപാട്. KSRTC നിലവിൽ സർവീസ് നടത്തുന്ന നഗരങ്ങളിൽ പുതിയ കമ്പനി രൂപീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. തിരുവനന്തപുരത്ത് 142 ബസ്സുകളാണ് ഇനിയെത്താനുള്ളത്. ഇതിൽ 22 ലോ ഫ്ലോർ AC ബസ്സുകളാണ്. കൊച്ചിയിൽ ഇനിയെത്തുന്ന 193 ബസ്സുകളിൽ 30 മിനി ബസ്സുകളും 50 ലോ ഫ്ലോർ AC ബസ്സുകളും ഉണ്ടാകും.